ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, +1 ക്ലാസ്സിലെ ആനുവൽ എക്സാം പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ആദ്യം 1 വേർഡ് ക്വസ്റ്റ്യൻസാണ് 5 എണ്ണം. അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. അടുത്ത വീഡിയോയിൽ ഫുൾ ചാപ്റ്റേഴ്സിൻ്റെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് തരാം കേട്ടോ. നോക്കിയേ, ഇതിലെഴുതിയിരിക്കുന്ന ആദ്യത്തത് സാർത്ഥക് വാക്യമാണ്. നമുക്കത് പഠിക്കാം. സാർത്ഥക് വാക്യമേ ബദലേ. ഇതുപോലെ ശബ്ദങ്ങൾ അടുപ്പിച്ചെഴുതും. ആൻസറായിട്ട് എഴുതുമ്പോൾ മാറ്റി മാറ്റി വേണം എഴുതാൻ. നമുക്കൊന്ന് വായിക്കാം. യഹ് ബഹത്തെ മഹത്വപൂർണ്ണ ഘടന ഹേ. അപ്പോൾ എഴുതുമ്പോൾ യഹ് ബഹത്ത് മഹത്വപൂർണ്ണ ഘടന ഹേ എന്ന് മാറ്റി മാറ്റി എഴുതി അവസാന ഫുൾ സ്റ്റോപ്പ് ആഡ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ്, പ്രശ്നവാചക ശബ്ദോങ്കി സഹായദാസേ ദോ പ്രശ്ന ബനായിയേ. ചോദ്യങ്ങൾ ചോദിക്കുന്ന ശബ്ദങ്ങൾ ഉപയോഗിച്ച് 2 ചോദ്യങ്ങൾ നിർമ്മിക്കുക എന്നാണ് ചോദ്യം. 2 മാർക്കായിരിക്കും. ഒരു നോക്കി ഇങ്ങോട്ട് നോക്കി ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത് 2 വാക്കുകളെ അതിൻ്റെ റൈറ്റിൽ തന്നിട്ടുണ്ട്. എന്നൊന്ന് നോക്കി വായിച്ചു തരാം. മാനവേ ബുൽബുലോം സേ ഖേൽക്കർ കവിത ബനാത്താ ഹേ. കോൻ ക്യാ. കോൻ എന്ന് വെച്ചാൽ ആര്, ക്യാ എന്ന് വെച്ചാൽ എന്ത്. ഈ കോൻ എന്ന ശബ്ദം ഏത് സെൻറ്റൻസ് ആണോ തരുന്നത് അതിൻ്റെ ഫസ്റ്റ് വേർഡ് മാറ്റിയിട്ട് അവിടെ അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റാവും. അത് ശരിയായിട്ട് അങ്ങനെയാണ് എഴുതുന്നത്. നമുക്ക് മാനവ് മാറ്റിയിട്ട് കോൻ എന്നെഴുതാം. കോൻ ബുൽബുലോം സേ കേൽക്കർ കവിത ബനാത്താ ഹേ എന്നെഴുതി ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കണം. വീണ്ടും ഒന്നുകൂടെ ക്യാ ചേർത്ത് എഴുതണം. ക്യാ എന്ന് വെച്ചാൽ എന്ത്. മാനവ് ബുൽബുലോം സേ കേൽക്കറെ ക്യാ ബനാത്താ ഹേ. എന്താണ് ബനാത്താ ഹേ നിർമ്മിക്കുന്നത് എന്നെഴുതി ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. അപ്പോൾ കൃത്യമായിട്ട് അത് എഴുതണം കേട്ടോ. നെക്സ്റ്റ്, ദോനോ പദോം കോ ജോഡ് കരെ വാക്കിക പല്ലവൻ കരെ. നിങ്ങളെ 10th പഠിച്ച പിരമിഡ് അതിൻ്റെ മെത്തേഡാണ് ഇത്. ആ പാറ്റേൺ തന്നെയാണ് ഇത് കേട്ടോ. നോക്കി, ഇത് കോളമായിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ വ്യത്യാസം. ആദ്യത്തെ സെൻറ്റൻസ് നോക്കിയേ, മോളിൽ തന്നിട്ടുണ്ട്. അസലം കരാഹ് രഹാധ. അസലം നിലവിളിച്ചുകൊണ്ടേ ഇരുന്നു. എന്നിട്ട് അതിൻ്റെ താഴേക്ക് 2 കോളങ്ങൾ ബ്ലാങ്കായിട്ട് തരും. അതിൻ്റെ റൈറ്റ് ഭാഗത്തെ ഇതുപോലെ ശബ്ദങ്ങൾ കാണും. അതുകൂടി സെൻറ്റൻസിൽ ആഡ് ചെയ്ത് വേണം എഴുതാൻ. നോക്കി, നമുക്ക് നോക്കാം. അസലം ധീരെ ധീരെ കരാഹ് രഹാധ. അസലം പതിയെ പതിയെ നിലവിളിച്ചുകൊണ്ടേ ഇരുന്നു. രണ്ടാമത്തെ നോക്കിയേ, റൈറ്റിൽ തന്നിരിക്കുന്ന വാക്ക് റിക്ഷ ചൽത്തെ ഹുയേ. നമുക്ക് എഴുതാം. റിക്ഷ ചൽത്തെ ഹുയേ അസലം ധീരെ ധീരെ കരാഹ് രഹാധ. റിക്ഷ ഓടിച്ചുകൊണ്ടേ അസലം പതിയെ പതിയെ നിലവിളിച്ചുകൊണ്ടേ ഇരുന്നു. ഇങ്ങനെ എഴുതി കൊടുത്ത് കോളം കൂടി കൃത്യമായിട്ട് വരച്ച് വേണം എഴുതാൻ. ഓക്കെ. നെക്സ്റ്റ് നോക്കിയ ക്വസ്റ്റ്യൻ ജീവൻ വൃത്താണ്. അത് പ്രൊഫൈലാണ് അല്ലേ, ബയോഡേറ്റ തയ്യാറാക്കാനാണ്. ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, നിങ്ങൾ എഴുതിയല്ലേ, ഇപ്പം മോഡൽ എഴുതിയാണല്ലോ, അറിയാമല്ലോ. അതുകൊണ്ട് ചോദിക്കാൻ കൊള്ളാവുന്ന ആൾക്കാരുടെ പേരുകളാണ് തന്നിരിക്കുന്നത്. രാംധാരി സിംഗ് ദിനകർ, സുകേഷ് സാഹിനി, യശ്പാൽ പവൻ കരൻ. ഞാൻ രാംധാരി സിംഗ് ദിനകറിൻ്റെ ജയശങ്കർ പ്രസാദിൻ്റെ തന്നിട്ടുണ്ട് കേട്ടോ. ആ ജയശങ്കർ പ്രസാദിൻ്റെ ഒരാളുടെ പഠിച്ചു വയ്ക്കുക. അത് ആ കവികളെയും അവരുടെ ആ സ്ഥലങ്ങളും ജനന ഡേറ്റും അതിനോടൊപ്പം തന്നെ ഗ്രന്ഥങ്ങളും ഒക്കെ ഒന്ന് മാറ്റി എഴുതിയാൽ മതി കേട്ടോ. ഒരാളെ കൃത്യമായി പഠിച്ചുകൊണ്ട് പോവുക. പരീക്ഷയ്ക്ക് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. സഹീം ഇലൻകരെ. ചേരുംപടി ചേർത്ത് എഴുതുക. അതായത് ഓർഡർലെസ്സായി തരും, ഓർഡറാക്കി എഴുതുക. ഇവിടെ ഞാൻ കറക്റ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇബ്രാഹിം അലി ജുലുസ്ക നേത. മൈക്കു ചപ്പൽ ബേച്ചനേവാല. ചപ്പൽ വിൽക്കുന്ന ആൾ. അടുത്ത നോക്കിയ ബീറബൽ സിംഗ് ജലാന്ത് ദാരോഗ. ക്രൂരനായ ഇൻസ്പെക്ടർ. അടുത്ത ശംഭുനാഥെ ദുഖാൻ ചലാനേവാല. ദുഖാൻ ചലാനേവാല കട നടത്തുന്ന ആൾ, അറിയാമല്ലോ. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്ന ജുലൂസ് എന്ന പാഠഭാഗത്തു നിന്നാണ്. നിങ്ങൾക്ക് ആനന്ദിക്ക് ഫുൾച്ചടിയാം എന്ന പാഠഭാഗവും അതിനോടൊപ്പം തന്നെ അവസാനത്തെ അപരാധ് എന്ന പാഠഭാഗം അല്ലേ, ആ 2 ഭാഗത്തു നിന്നും ചോദിക്കാൻ കൊള്ളാം സഹിമിലൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദോഹ പടേ അവരെ ഭാവാർത്ഥിലേക്ക്. ദോഹ വായിക്കുക. എന്നിട്ട് തന്നിരിക്കുന്ന ദോഹയുടെ ഭാവാർത്ഥം എഴുതുക. കബീർദാസിൻ്റെ ദോഹയാണ്. 5 എണ്ണമുണ്ട്. അതിൽ 2, 3, 5 എന്ന് ഞാൻ എഴുതിയിരിക്കുന്നു. ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് കേട്ടോ. അടുത്ത നോക്കിയേ. ഈ കഥൻ പടേ ബഡേ ഭായിക്ക് ചരിത്ര പർ ടിപ്പണി ലിഖേ. താഴെ തന്നിരിക്കുന്ന 2-3 ഹിൻസ് ഉണ്ടാകും. അത് നോക്കി ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഇവിടെ തന്നിരിക്കുന്ന ബഡേ ഭായിയാണ് കറക്റ്റായിട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബഡേ ഭായിയുടെ ക്യാരക്ടർ സ്കെച്ച്. പഠിച്ചുകൊണ്ടേ പോകാവൂ. പിന്നീട് ബീറബൽ സിംഗ്, ഇബ്രാഹിം അലി. അലി ഇപ്പോൾ ചോദിച്ചതാണ്, വീണ്ടും അത് ചോദിക്കാം കേട്ടോ. അടുത്ത നോക്കിയേ. കവിതാംശയ്ക്ക് ആസ്വാദൻ ടിപ്പണി ലിഖേ എന്ന ക്വസ്റ്റ്യൻ ആയിരിക്കാം.
അത് നോക്കിയേ, 1 മാർക്ക്, 2, 6 അങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും കവിതയിൽ നിന്നും. ആദ്യത്തെ ക്വസ്റ്റ്യൻ 1 മാർക്ക്, രണ്ടാമത്തെ 2 മാർക്ക്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 6 മാർക്ക്, അങ്ങനെയായിരിക്കും വരുന്നത്. നോക്കിയേ, ഞാൻ തന്നിരിക്കുന്ന അന്ധകാർക്ക ജലതി ലാംതിക്കർ ആവേഗി ശശികിരൺ, അറിയാലോ, മധുരത്വമാണ്. അതിനകത്തുനിന്ന് ആ പാഠം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കേട്ടോ. പഠിച്ചുകൊണ്ട് എല്ലാവരും നല്ല പോലെ പഠിച്ചുകൊണ്ട് വേണം പോകാനേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, നിശ്ചിമേ മധുര തൂഹിനെ കോൺ ചിടക്കേക. അതേ അർത്ഥം നോക്കിയേ, അന്തരീക്ഷത്തിൽ നിന്നും തൂഹി എന്ന് വെച്ചാൽ ഹിമഗണങ്ങൾ, ചിടക്കിനകത്ത് തളിക്കുന്നത് ആരെന്ന് വെച്ചാൽ അന്തരീക്ഷ എന്നെഴുതി കൊടുക്കണം കേട്ടോ. അടുത്ത നോക്കിയാൽ ശശികിരണം കൈസേ ആയകി, എങ്ങനെ വന്നു. 2 മാർക്കിൻ്റെയാണ്. അപ്രിസിയേഷനകത്തുണ്ട്, നോക്കി എഴുതുക. അത് എഴുതിയതിന് ശേഷം കേട്ടോ, അപ്രിസിയേഷൻ എഴുതുമ്പോൾ പഠിച്ചിട്ടല്ലേ പോകുന്നത്, ആ ഭാഗം എഴുതി കൊടുക്കുക. നെക്സ്റ്റ്, കവിതാംശയ്ക്ക് ആസ്വാദൻ ടിപ്പണിയിലേക്ക് തന്നിരിക്കുന്ന കവിതയുടെ ആശയം എഴുതുക. കവിതയുടെ ഫുൾ ആശയം എഴുതി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ് മധുരതു. അതിനുശേഷമാണ് ചാന്തവർ കവി കൂടി നോക്കുക. പത്രയ്ക്ക് ബെഞ്ച് ഇപ്പോൾ ചോദിച്ചിരുന്നു, അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഈ 2 പാഠം ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, കിസി മൻ പസന്ത് ഫിലിം കി സമീക്ഷ ലിഖേ. കറക്റ്റായിട്ട് അത് ചോദിക്കും. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ 8, ചിലപ്പോൾ അത് 6 ആയിരിക്കും മാർക്ക് കേട്ടോ. കറക്റ്റ് ബ്ലാക്ക് പഠിച്ചുകൊണ്ടേ പോകാവൂ, അത് നമുക്ക് എഴുതാം. ഏതെങ്കിലും നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ഫിൽമി സമീക്ഷ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ നമുക്ക് ബ്ലാക്ക് തന്നെ എഴുതാം. അത് പഠിച്ചുകൊണ്ടേ എല്ലാവരും പോകാവൂ. അത് ശരിക്കും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒന്നുകിൽ 6 മാർക്ക് അല്ലെ 8 മാർക്ക് ആ ഒരു പോർഷനിൽ കാണാം. നെക്സ്റ്റ്, ഡയറിയാണ്. നോക്കിയിരിക്കുക, ഡയറി എല്ലാം ഞാൻ നല്ലതുപോലെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാം എഴുതുന്ന രീതി, എല്ലാ ഫോമാറ്റും എല്ലാം തന്നിട്ടുണ്ട്. നോക്കി ക്വസ്റ്റ്യൻസ് ഒന്ന് വായിക്കാം, ഏതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിന്. ഛോട്ടാ ഭായി ഛൂട്ട് ബോല. ഛോട്ടാ ഭായി എന്ന് വെച്ചാൽ ഇളയ സഹോദരൻ കള്ളം പറഞ്ഞു. ബഡേ ഭായിക്കോ ദണ്ഡ് മില. അതുകൊണ്ട് ജ്യേഷ്ഠൻ എന്ത് ചെയ്തു, ദണ്ഡ് ശിക്ഷ കിട്ടി. ഛോട്ടെ ഭായിക്ക് ഉസ് ദിൻ കി ഡയറി ലിഖേ. അതുകൊണ്ട് നമ്മുടെ ജ്യേഷ്ഠന് ദണ്ഡ് അച്ഛൻ നൽകി. അതുകൊണ്ട് ആ ദിനത്തെ ഡയറി എഴുതുക. ആരുടെയാ, ഛോട്ടെ ഭായിയുടെ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഡയറി തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ്, ഖോമച്ച ബേച്ചനെ വാലാൽ എടുക്കേക്ക് ഗർ കി ഹാലത്ത് ദേക്കുകരെ. കൊമച്ച വിൽക്കുന്ന കൊച്ചുകുട്ടിയിലെ ചെറിയ പയ്യൻ, അതിൻ്റെ വീട്ടിലെ ഹാലത്ത് എന്ന് വെച്ചാൽ അവസ്ഥ കണ്ടിട്ട് ദിലീപ് കാ മൻ ദുഃഖ് സേ ഫർ ഗയ. ദിലീപിൻ്റെ മനസ്സെ ദുഃഖം കൊണ്ട് നിറഞ്ഞു. വഹപ്പനി ഡയറി മേ ലിഖ്താ ഹേ. ആ ദുഃഖം അയാളുടെ ഡയറിയിൽ എഴുതി. ദിലീപ് കി ഉസ് ദിൻ കി ഡയറി ലിഖേ. ആ ദിലീപിൻ്റെ ആ ദിനത്തെ ഡയറി തയ്യാറാക്കുക എന്ന ചോദ്യം. അതും ചോദിക്കാൻ നല്ലതാണ്. 3 ഡയറിയാണ് ഞാൻ തന്നിരിക്കുന്നത്. അതിൽ ഒരെണ്ണം ഏറ്റവും നല്ലത്, ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് നോക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വഹ് കിസി അപരാധിക്ക് ഫാന്തി സിർ ചുക്കായെ റിക്ഷയ്ക്ക് സാത്ത് ചൽ രഹാദ യാത്രിക്ക് ഉസ് ദിൻ കി ഡയറി ലിഖേ. അയാളൊരു തെറ്റുകാരനെ പോലെ എന്ത് ചെയ്തു, തല കുമ്പിട്ട് റിക്ഷയുടെ കൂടെ നടന്നുകൊണ്ടേയിരുന്നു. യാത്രികൻ്റെ ആ ദിനത്തെ ഡയറി തയ്യാറാക്കുക. അങ്ങനെ 3 ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഡയറികളാണ് തന്നിരിക്കുന്നത്. 3 പഠിച്ചുകൊണ്ടേ പോകാവൂ. ഇനി അടുത്ത് നോക്കിയേ, വാർത്താലാപാണ് അല്ലെങ്കിൽ ബാധ്യത്തെ. സംഭാഷണം എന്നാണ്, 2 വാക്കും ഒന്നാണ്. ഏതെങ്കിലും ഒരു വാക്കായിരിക്കും ക്വസ്റ്റിനകത്ത് വരുന്നത് കേട്ടോ. ബാധ്യത്ത് എന്നായിരിക്കും കൂടുതലും വരുന്നത്. നോക്കിയേ, बैंक का क्लर्क अपनी हस्तलिपि की तारीफ़ें सुनते पर बहुत खुश हुआ. ബാങ്കിലെ ക്ലർക്ക് അയാളുടെ ഹസ്തലിപി എന്ന് വെച്ചാൽ അറിയാലോ, കയ്യക്ഷരം കേട്ടിട്ട് അത് സുൻതെ അതിനെക്കുറിച്ച് പ്രശംസിച്ചു നമ്മുടെ ലേഖകൻ അല്ലേ. അതുകൊണ്ട് അയാൾക്ക് സന്തോഷമുണ്ടായി. ഉസ് ദിൻ ശാം കോ വഹപ്പനി പത്നി സെ യഹ് ബാത്തെ കഹ്താ ഹെ. ആ ദിനം വൈകുന്നേരം അയാളുടെ ഭാര്യയോടെ ആ കാര്യം അദ്ദേഹം പറഞ്ഞു. ദോനം കെ ബീച്ച് ബാധ്യത്തിലേക്ക്. അങ്ങനെ 2 പേരുടെയും ഇടയിലുള്ള സംഭാഷണം തയ്യാറാക്കുക. അത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ. നെക്സ്റ്റ് എന്ന് വെച്ചാൽ സംഭ്രാന്ത മഹിള. അത് ആദ്യം വായിച്ചതിനേക്കാൾ നല്ല ക്വസ്റ്റ്യൻ അതാണ്, രണ്ടാമത്തെ കേട്ടോ. സംഭ്രാന്ത മഹിള റെയിൽഗാഡീസെ കുച്ച് ചീസേം ബാഹർ ഫേങ്തി ജാ റഹി ഥി. ആ സ്ത്രീ എന്ത് ചെയ്തു, റെയിൽഗാഡിയുടെ കിടക്കി വഴി എന്ത് ചെയ്തു, എന്തോ കുറച്ച് സാധനങ്ങൾ ബാഹറിലേക്ക് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടേയിരുന്നു. തബ് സഹയാത്രി അവർ മഹിളാക്കെ ബീച്ച്. അപ്പോൾ അവരുടെ അരികിലൊരു സഹയാത്രികൻ ഉണ്ടായിരുന്നു. അവർ 2 പേരുടെയും ഇടയിലുള്ള ബാധ്യത എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, അസ്ലം കി മൃത്യു കാ ഖബർ സുൻകരെ യാത്രി ബഹത്ത് ദുഃഖി ഹുയി. അസ്ലമിൻ്റെ മരണവാർത്ത കേട്ടപ്പോൾ യാത്രികൻ വളരെയധികം ദുഃഖിതനായി. ഗർ പഹുഞ്ച് യാത്രി അപ്പനി പത്നിസെ. വീട്ടിലെത്തിയ അദ്ദേഹം ആ യാത്രി എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഭാര്യയോടെ ഇസ്കെ ബാരേമേ ബാത്തേം കർത്താഹേ ഇവയെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഭാര്യയുടെയും യാത്രികൻ്റെയും ഇടയിലുള്ള കോൺവെർസേഷൻ തയ്യാറാക്കുക.
नेक्स्ट है कोमच्चे वाले लड़कों के घर का കൊമച്ച ബേച്ചിനെ വലൻസ വിൽക്കുന്ന ആ പയ്യൻ്റെ വീട്ടിലെ ഗർക്ക അനുഭവം ദിലീപ് അപ്പനെ ദോസ്തം സീക്കഹ. ആ വീട്ടിലെ ആ യഥാർത്ഥമായ ദുഃഖത്തെക്കുറിച്ചല്ലേ ദിലീപ് അദ്ദേഹത്തിൻ്റെ ദോസ്തിനോട് പറഞ്ഞു. അങ്ങനെ ദിലീപും ആ ദോസ്തിൻ്റെയും ഇടയിലുള്ള വാർത്താലാപ് തയ്യാറാക്കുക എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. വാർത്താലാപം അതുപോലെ തന്നെയാണ്. ഒന്നുകിൽ 6 മാർക്ക് അല്ലെ 8 മാർക്കായിരിക്കും. കൃത്യമായിട്ടും നോക്കി എഴുതണം. കൃത്യമായിട്ട് ആ പേപ്പറിനകത്ത് കൃത്യമായിട്ട് എഴുതി കൊടുക്കണം കേട്ടോ. പഠിച്ചുകൊണ്ട് പോകണം. 4 ചോദിക്കാൻ ഏറ്റവും നല്ലതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്തത് സിതംബർ സെപ്റ്റംബറിന് സിതംബറിനെ എഴുതാവൂ കേട്ടോ. 14 ഹിന്ദി ദിവസ് ഹേ. അതായത് सितंबर सेप्टेम्बर 14 हिंदी दिवसाണ്. इस अवसर पर आपके स्कूल में हिंदी क्लब की ओर से विविध प्रतियोगिताएं ആയോജൻ ഹോനെ വാല ഹേ. അതായത് ഈ അവസരത്തിൽ നിങ്ങളുടെ സ്കൂളിലെ ഹിന്ദി ക്ലബിൻ്റെ നേതൃത്വത്തിലെ വിവിധ പ്രതിയോഗിതാ മത്സരങ്ങൾ ഏർപ്പാട് ചെയ്തിരുന്നു. ഇസ്കേലിയെ അതിനുവേണ്ടി ഉചിതമായൊരു പോസ്റ്റർ തയ്യാറാക്കുക. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ശരിക്കും ഒരു ഫുൾ ഷീറ്റ് വൃത്തിയായിട്ട് എഴുതി കൊടുക്കണം കേട്ടോ. ഓക്കെ, അത് ചോദിക്കാൻ കൊള്ളാവുന്നത് ഒന്ന് ഹിന്ദി ക്ലബിൻ്റെ അറിയാമല്ലോ, ഈ ഒരു ഇതിനെ അവസരത്തെ അടിസ്ഥാനമാക്കി എഴുതി കൊടുക്കുക. നല്ല പോസ്റ്റർ കൊള്ളാം പരീക്ഷയ്ക്ക് ചോദിക്കാൻ കേട്ടോ. നെക്സ്റ്റ് ചോദിക്കാവുന്ന പര്യാവരണ ദിവസേ, യോഗ ദിവസേ, പിന്നെ വിശ്വ മധുമോഹ് ദിവസേ, ഡയബറ്റിക് ദിവസമാണ് കേട്ടോ. അതിൻ്റെ അതാണ് മധുമോഹം എന്ന് വെച്ചാൽ मधुमेह दिवसे. पिന്നെന്താ സ്വതന്ത്ര ദിവസേ സമാരോഹയ്ക്ക് അവസർ पर जुलूस നാടക പോസ്റ്റർ അല്ലെ രംഗമഞ്ച്. അതായത് സ്വാതന്ത്ര്യ ദിവസത്തിലെ ജുലൂസ് എന്ന നാടകത്തെ മഞ്ചെന്ന് വെച്ചാൽ രംഗമഞ്ച്, അതായത് സ്റ്റേജിൽ അവതരണം കൊടുത്തുകൊണ്ടൊരു പോസ്റ്റർ തയ്യാറാക്കുക. അങ്ങനെ ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. ഇതിനൊക്കെ ചോദിക്കാൻ നല്ല ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളതാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഒരു ഇമ്പോർട്ടൻസ് ഡേയെ കുറിച്ചുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കി പഠിച്ചുകൊണ്ട് വേണം പോകാൻ. തന്നിട്ടുണ്ട് വീഡിയോയിൽ, കൃത്യമായിട്ടും അത് നോക്കി പഠിക്കണം. പോസ്റ്ററും വിജ്ഞാപനൂടെ തന്നിട്ടുണ്ട്, നോക്കി പഠിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതും എഴുതാൻ പറ്റും. നെക്സ്റ്റ് വിജ്ഞാപനം തന്നിട്ടുണ്ട്. അത് ചോദിക്കാവുന്ന ഇലക്ട്രിക് സ്കൂട്ടറ് അല്ലെ ഇലക്ട്രിക് കാറൊക്കെ ചോദിക്കാം. ചപ്പല്, ഹാൻഡ് വാഷ് പിന്നെ നോക്കി ഐസ്ക്രീം, പിന്നെ ചോക്ലേറ്റ്, അങ്ങനെ ചെറിയ പ്രോഡക്റ്റാണ് തന്നിരിക്കുന്നത്. സാബുൻ കൊള്ളാം, പിന്നെ മൊബൈൽ ഫോൺ, അങ്ങനെ എന്തെങ്കിലും വരും. അത് കൃത്യമായിട്ട് വിജ്ഞാപനം തയ്യാറാക്കുന്ന രീതിയും അതെങ്ങനെ ഉപയോഗിക്കാം, എന്തൊക്കെ പിന്നെ കാര്യങ്ങളെ പോയിന്റുകളെ ഏതിനൊക്കെ ഉപയോഗിക്കാം എന്ന വീഡിയോയിൽ തന്നിട്ടുണ്ട് കൃത്യമായിട്ടും കേട്ടോ. വിജ്ഞാപനം പോസ്റ്ററോടുള്ള നോക്കണം, ആ വീഡിയോ എടുത്ത് നോക്കുക, കൃത്യമായിട്ട് പഠിക്കാം. ചോദിക്കാൻ കൊള്ളതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് സമ്പാദകീയെ എഡിറ്റോറിയൽ തയ്യാറാക്കാനാണ്. ക്വസ്റ്റ്യൻ വായിച്ചു തരും. ബദൽത്തി ഹുയെ ജീവൻ ശൈലി സ്വാസ്ഥ്യക്ക് ലിയെ ഖദ്ര ബൻ ഗയാ ഹെ. മാറി മറിയുന്ന ജീവിതശൈലി ആരോഗ്യത്തിന് ഖദ്ര അപകടം ഉണ്ടാക്കുന്നു. 2 അറിയാലോ സമ്പാദകീയ നല്ല ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരും അത് കേട്ടോ. ഓർ ക്വസ്റ്റ്യൻ ആയിരിക്കും. നോക്കിയേ जनसंचार माध्यम अलेम का माध्यम का प्रभाव छात्रों में लाभ और हानि. ജനസഞ്ചാർ മാധ്യമങ്ങളെ പ്രഭാവം സ്വാധീനം ഛാത്രകളിൽ ലാഭമാണോ ഹാനിയാണോ ഉണ്ടാക്കുന്നത് എന്ന് ആ വിഷയത്തെ ബേസ് ചെയ്താണ് ഒരു എഡിറ്റോറിയൽ തയ്യാറാക്കാൻ ചോദിച്ചിരിക്കുന്നത്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. അടുത്ത നോക്കിയേ സംക്ഷേപണം ഓറില്ലാത്ത ക്വസ്റ്റ്യനാണ്. അത് മസ്റ്റായിട്ടും എഴുതിയേ പറ്റുള്ളൂ. 6 2 8 മാർക്കായിരിക്കും. ഒരു പാസേജ് തരും, ആ പാസേജിനെ ബേസ് ചെയ്ത് 2 മാർക്കിനൊരു ക്വസ്റ്റ്യൻ വരും. അത് അതിനകത്തുണ്ട്, നോക്കി എഴുതുക. നെക്സ്റ്റാണ് സംക്ഷേപൺ എന്ന് ചോദിക്കുന്നത്, 6 മാർക്കിൻ്റെ. അത് എഴുതുമ്പോൾ കൃത്യതയോടെ ശ്രദ്ധിച്ച് വേണം സംക്ഷേപൺ എന്ന് എഴുതിയിട്ട് ആ പാസേജിന് ഉചിതമായിട്ടുള്ള ഒരു ശീർഷകം എന്ന് വെച്ചാൽ ഹെഡ്ലൈൻ കൊടുക്കണം. എന്നിട്ട് അത് ചുരുക്കി എഴുതാവൂ. ഓക്കെ, അങ്ങനെ വേണം എഴുതാൻ കേട്ടോ. അവസാനം കോളം വരച്ച് വേണം എഴുതാൻ. അതാണ് ചെറുതായിട്ട് ഞാൻ കാണിച്ചിരിക്കുന്നത് ഇവിടെ. ഓക്കെ, 1ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. അത് ചോദിക്കാൻ കൊള്ളാവുന്ന ആ പാസേജ് ഏതൊക്കെ പാഠത്തിൽ നിന്നാണ്, ഭാഗം എവിടെയെന്ന് നോക്കി. ഏക വൃദ്ധ സംഭ്രാന്ത മഹിള റെയിൽ ഗാഡീസെ, ആ ഒരു പോർഷൻ അറിയാമല്ലോ. ആ ഒരു പാസേജ് നോക്കിക്കൊണ്ടുപോകാം ടെക്സ്റ്റിലെ. അടുത്ത് നോക്കിയേ ചോട്ടി സി ഘടന ഹേ ലേഖൻ ഏക ചോട്ടി എന്ന് വെച്ചാൽ ചെറിയൊരു ഘടനാ സംഭവമാണ്. ലേഖൻ എന്നാൽ ഏക്ക് സബക്ക് സിക്കാതെ ഹേ, അതൊരു പാഠമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അത് ഏതാണ് ടിക്കറ്റ് ബാബു കേട്ടോ. അത് ആ ഭാഗം ടിക്കറ്റ് ബാബുവിൻ്റെ ആ ഒരു പോർഷൻ എടുത്ത് നോക്കുക, അവിടെയുണ്ട്. അടുത്ത് നോക്കിയാൽ അമേരിക്ക ഒക്കെ അറിയാമല്ലോ, പ്രസിഡന്റ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ ആ ഒരു പാസേജ്. അങ്ങനെ 3. അടുത്ത് നോക്കിയേ ഏ ലോകെ നാടക ഫീ കൂബ് കർലത്തെ ഹേ, ഈ ആൾക്കാർക്ക് നല്ലതുപോലെ നാടകം അറിയാവുന്നവർ ആണ് എന്ന് യാത്രികൻ ചിന്തിക്കുന്നതാണ് പാഠം. അനുതാപാണ്. അതും ചോദിക്കാൻ കൊള്ളാം. അല്ലെങ്കിൽ അവസാനത്തെ പാഠം അവരാതിനകത്തെ അവസാനം കൊള്ളാം, അവസാനത്തെ പോർഷൻ കേട്ടോ. ഒരുപാട് നാളുകൾ കഴിഞ്ഞിട്ടും
എന്ന് വെച്ചാൽ ജ്യേഷ്ഠൻ മറന്നുപോയി. പക്ഷേ അഞ്ജന് അത് മറക്കാൻ കഴിഞ്ഞില്ല. ആരോട് ക്ഷമയാചിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ ലാസ്റ്റ് പോർഷൻ അവിടെയും കൊള്ളാം. അത് നോക്കിക്കൊണ്ടൊന്ന് വായിച്ചുകൊണ്ട് പോകാം കേട്ടോ. അടുത്ത് നോക്കിയേ, अंग्रेजी और हिंदी के 8 പാരിഭാഷിക ശബ്ദ ജോഡെ ചുൻകർലിക്ക് 8 പാരിഭാഷിക ശബ്ദങ്ങളാണ്. 8 എണ്ണത്തിന് 8 മാർക്കാണ്. അത് കളയാതെ എഴുതണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വിജ്ഞാപനെ, ഇത് പാരിഭാഷിക ശബ്ദ, അതിനോടൊപ്പം തന്നെ കത്തായിരിക്കും, ലെറ്റർ റൈറ്റിംഗ് ആയിരിക്കും കേട്ടോ. അതിലേതെങ്കിലും 2 എണ്ണം എഴുതാനാണ്. കൃത്യതയോടെ ഈ ഒരു ക്വസ്റ്റ്യൻ വിടാതെ എഴുതണം. എന്നുവെച്ചാൽ 8 വേർഡ്സ് എഴുതുമ്പോൾ 8 മാർക്ക് ഇങ്ങ് കിട്ടും. ചോദിക്കാൻ കൊള്ളാവുന്ന വേർഡ്സുകൾ ഞാൻ തന്നിട്ടുണ്ടെന്നൊക്കെ. ട്രാഷ്, കൂടെദാൻ, ഫോമാറ്റ്, പ്രാരൂപ്, ഇൻ്റർനെറ്റ്, അന്തർജാല, സെർച്ച്, ഖോജ്, അടുത്ത പബ്ലിക്, സാർവജനിക, ഔട്ട്പുട്ട്, ബാഹർപാദ, അടുത്ത നോക്കിയേ പ്രൈവസി, ഗോപനീയ, അടുത്ത ഷെയർ, സാഞ്ച കരെ, ആഡ് അക്കൗണ്ട്, ഖാത്ത ജോഡെ, റിസോഴ്സ്, സംസാധൻ, അമേളിക്ക് ഉത്തരമുണ്ട് കേട്ടോ, സംസാധൻ. നെക്സ്റ്റ് ക്യാൻസൽ, റദ്ദ് കരെ, പ്രോഗ്രാം എന്ന് വെച്ചാൽ പ്രക്രം എന്ന് കൊടുക്കുക. ചാൻസ്, ബാധ്യത, എഡിറ്റിങ്, ഈഷൻ, പ്രോസസ്സ്, പ്രക്രിയ, അടുത്ത സ്പാമ്, അൻചാഹ. നെക്സ്റ്റ് ഫയല്, സഞ്ചിക. അടുത്ത് നോക്കിയേ, ആ സഞ്ചികയൊക്കെ വളരെ നല്ല ചോദിക്കാം കേട്ടോ. സോഷ്യൽ, സാർവജനിക, അടുത്ത കാറ്റഗറീസ്, ശ്രേണിയ. ഇത്രയും വാക്കുകളാണ്. ഒരുപാട് വാക്കുകൾ നിങ്ങൾക്കുണ്ട്. അതിൽ നിന്ന് സെലക്ട് ചെയ്ത വാക്കുകളാണ്. ഇതിനകത്ത് തന്നെ മിക്കവാറും 8 വാക്ക് തന്നെ കിട്ടും കേട്ടോ. അതുകൊണ്ട് ഇന്ന് വായിച്ച് നോക്കി കൊണ്ടുപോകാം കൃത്യമായിട്ടും. ഒന്ന് വായിച്ച് വെച്ച് എന്നാൽ മതി. കാരണം കാണാതെ അങ്ങ് പഠിക്കേണ്ട, കാരണം അതിനകത്തുണ്ട്. വായിച്ച് വെച്ചിരിക്കുന്ന കുട്ടിക്ക് നോക്കുമ്പോഴേ അത് മനസ്സിലാകും. നെക്സ്റ്റ് അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏതാണെന്നൊക്കെ സൂചന അധികാർ പത്രമാണ്, വിവരാവകാശ കത്താണ്. അത് ചോദിക്കുന്നതാണ്. അത് ശരിക്കും ഒരു ഷോർട്ട് വീഡിയോയ്ക്കകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് എങ്ങനെ എഴുതാം, അതിൻ്റെ രീതിയും കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്കത് ശരിക്കും എഴുതാൻ സാധിക്കും. കോളം വരച്ച വീഡിയോ നോക്കുക, ഷോർട്ട് വീഡിയോ നോക്കിയേ. ചോദിക്കാൻ കൊള്ളാവുന്ന ബിജലി സങ്കട, വൈദ്യുതി സങ്കടത്തിലെ ഇല്ലാതായതിൻ്റെ ആ ഒരു ബിജലിക്കുണ്ടാകുന്ന തകരാറ്. നെക്സ്റ്റ് സ്ത്രീയോംപര അത്യാചാർ ബഡ് റഹാ ഹെ, സ്ത്രീകളിലെ അതിക്രമം കൂടിക്കൊണ്ടിരിക്കുന്നു. ദഹേജ് പ്രഥ, അതായത് ഡവറിയാണ്. നെക്സ്റ്റ് ഇതൊക്കെ തന്നിട്ടുണ്ടല്ലോ, അത് നോക്കി വേണം പഠിക്കാൻ കേട്ടോ. അടുത്തത് എന്തോ നോക്കിയേ, നിപ്പ വൈറസിനെ കുറിച്ച് ചോദിക്കാൻ കൊള്ളാം കേട്ടോ, കേരളത്തിലെ. അടുത്ത് സടക്ക് ദുർഘടന എന്ന് വെച്ചാൽ റോഡ് ആക്സിഡൻറ്റ്. ഇതിലേതെങ്കിലും ഒരു വിഷയം ചോദിക്കാൻ നല്ലതാണ്. ഇത് നോക്കിയൊന്ന് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ആ ഷോർട്ട് വീഡിയോ നോക്കിയാൽ കൃത്യമായിട്ട് നിങ്ങൾക്കിത് എഴുതാൻ സാധിക്കും. എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അതിനകത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് കൃത്യമായി പഠിച്ചുകൊണ്ട് പോകാം കേട്ടോ. ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ ഒരുപാട് നിങ്ങൾക്ക് കിട്ടണം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ 1 വേർഡുമായി കാണാം.